വയനാട് ദുരന്തത്തിലെ മാധ്യമങ്ങളുടെ വ്യാജ വാർത്തയ്ക്ക് പിന്നിൽ ഗൂഢാലോചന എന്ന ആക്ഷേപം ശക്തമാകുന്നു. കേരളത്തെ സഹായിക്കാത്ത കേന്ദ്രത്തെ രക്ഷിച്ചെടുക്കാനുള്ള ചിലരുടെ തന്ത്രമെന്ന് സൂചന. അതേസമയം വ്യാജ വാർത്ത നൽകിയ മാധ്യമങ്ങൾ തിരുത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ. ദുരന്തഘട്ടത്തിൽ ഒറ്റക്കെട്ടായി നിന്ന കേരള ജനതയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ നൽകിയ വ്യാജ വാർത്ത. സംസ്ഥാന സർക്കാർ ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾ പ്രകാരം കേന്ദ്ര സർക്കാരിന് അടിയന്തര അധിക സഹായം ആവശ്യപ്പെട്ട് സമർപ്പിച്ച മെമ്മോറാണ്ടമാണ് മാധ്യമങ്ങൾ ചിലവഴിച്ച ഭീമൻ തുകയാക്കി മാറ്റിയത്. ഒരു മാധ്യമം മാത്രമല്ല, ഭൂരിഭാഗം മാധ്യമങ്ങളും ഒരുപോലെ വ്യാജ വാർത്ത നൽകി. ഇതിൽ ദുരൂഹതയുണ്ടെന്നാണ് സർക്കാർ കരുതുന്നത്. ഇതിൽ അന്വേഷണം വേണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. കേരളത്തെ സഹായിക്കാത്ത കേന്ദ്രത്തെ രക്ഷിച്ചെടുക്കാനുള്ള ചിലരുടെ തന്ത്രമാണ് വാർത്തകൾക്ക് പിന്നിലെന്നാണ് സൂചനകൾ. യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ ഉയരേണ്ട ചർച്ചയും ചോദ്യവും എന്താണ് കേന്ദ്രം ഈ മേപ്പാടി ദുരന്തത്തിൽ ഇരയായവർക്ക് കേരളത്തിന് സഹായം നൽകാത്തത് എന്ന ചോദ്യമല്ലേ? അപ്പോൾ ന്യായമായും ഗൂഢാലോചന സംശയിക്കേണ്ടി വരും. തെറ്റായ വാർത്ത ഒരു ദിവസം വരുന്നു, അതൊരു പകൽ കൊണ്ട് നാട് മുഴുവൻ വ്യാപിക്കുന്നു. പിന്നീട് അത് തെറ്റാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു ജാള്യവുമില്ലാതെ ചുവട് മാറ്റുന്നു. എന്താ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം? കേന്ദ്രത്തെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതല്ലേ? ആദ്യം നൽകിയ വാർത്ത തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഭൂരിപക്ഷം മാധ്യമങ്ങളും തിരുത്താൻ തയ്യാറായിട്ടില്ല. മണിക്കൂറുകൾ വ്യാജവാർത്തയിലൂന്നി ചർച്ച നടത്തിയ ചിലർ തെറ്റു സംഭവിച്ചുവെന്ന വിശദീകരണം ഒറ്റവരിയിൽ ഒതുക്കി. കൊടുക്കാത്ത ബ്രെഡ് പൂത്തതുപോലെ ഇതുവരെ എഴുതിയെടുക്കാത്തതും ഇതുവരെ സമർപ്പിക്കാത്തതുമായ ഒരു എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ അത് കേരളത്തിലെ സാധാരണ മനുഷ്യരോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിരിക്കും. ആരും അങ്ങനെ മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. തൊഴുകൈകളോടെ പറയാനുള്ളത്, അനാവശ്യമായി ഈ ദുരന്തഘട്ടത്തിൽ കേരളത്തെ ദ്രോഹിക്കരുത് എന്നൊരു അഭ്യർത്ഥനയാണ്. വ്യാജവാർത്ത വന്നുടൻ പ്രതിപക്ഷം ഇത് ഏറ്റെടുത്തു. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണ് ഇക്കാര്യത്തിലും പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. പക്ഷേ വ്യാജപ്രചരണം നടത്തുന്ന മാധ്യമങ്ങൾക്കും അത് ഏറ്റുപിടിച്ച പ്രതിപക്ഷത്തിനും ഇതുവരെ ഒരു ചില്ലിക്കാശ് പോലും നൽകാത്ത കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നും പറയാനില്ല എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.